നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻത്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ റവന്യൂ ജില്ലാ ദ്വിദിന ബാലശാസ്ത്ര കോൺഗ്രസിന് കരിവള്ളൂരിൽ തുടക്കമായി. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ചലച്ചിത്ര താരം ഇന്ദ്രൻസ് നിർവഹിച്ചു. ആരോഗ്യം വലിയ കച്ചവടമാകുന്ന കാലത്ത് സാന്ത്വന ചികിത്സാ പ്രവർത്തനം മഹത്തായ മാതൃകയാണെന്ന് ഇന്ദ്രൻസ്. അന്നൂർ കേളപ്പൻ സർവീസ് സെന്റർ പുതുതായി നിർമ്മിച്ച കേളപ്പജി സ്മാരക വില്ലേജ് ഹാളിന്റെ ഉദ്ഘാടനം കോഴിക്കോട് MP MK രാഘവൻ നിർവഹിച്ചു. പഴയങ്ങാടിയിൽ ആയിരങ്ങൾക്കുള്ള കുടിവെള്ള പൈപ്പ് കടന്നുപോകുന്നത് മലിനജലം നിറഞ്ഞ ഓവുചാലിലൂടെ. ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഇക്കാര്യം കണ്ടിട്ടും കണ്ടില്ലെന്ന മട്ടിൽ ആരോഗ്യവകുപ്പ് അധികൃതർ. തോട്ടം തൊഴിലാളി കാസർഗോഡ് ജില്ലാ സമ്മേളനം ചിറ്റാരിക്കാൽ വള്ളോപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടറി CK രാജൻ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂൽ പഞ്ചായത്തിലെ പേരൂർ സൗത്ത് കുറുമുണ്ട അണക്കെട്ട് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിൽ. വാർത്തകൾ വിശദമായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ റവന്യൂ ജില്ലാ ബാലശാസ്ത്ര കോൺഗ്രസിന് കരിവള്ളൂരിൽ തുടക്കമായി. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ C കൃഷ്ണൻ MLA ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. മെയ് 2-3 തീയതികളിലായി കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ റവന്യൂ ജില്ലാ ബാലശാസ്ത്ര കോൺഗ്രസിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 150ഓളം ബാലപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ MLA C കൃഷ്ണൻ രാവിലെ നിർവഹിച്ചു. പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മേഖലയാണ് ശാസ്ത്ര മേഖല. ആധുനിക കാലത്ത് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ അത് സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം. സംഘാടക സമിതി ചെയർമാൻ K നാരായണൻ അധ്യക്ഷനായിരുന്നു. MSc നാരായണൻ മാസ്റ്റർ, M ബാലൻ, M ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ശാസ്ത്ര ക്ലാസും സംവാദവും ഫീൽഡ് സന്ദർശനവും നടന്നു. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ചലച്ചിത്ര താരം ഇന്ദ്രൻസ് നിർവഹിച്ചു. ആതുര സേവനം വ്യവസായമായി മാറുന്ന കാലത്ത് ഇത്തരം സാന്ത്വന സംരംഭങ്ങളാണ് സാധാരണ ജനങ്ങൾക്ക് ആശ്രയമെന്ന് ഇന്ദ്രൻസ് അഭിപ്രായപ്പെട്ടു. ആതുര സേവനവും വ്യവസായമായി മാറുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം സംരംഭങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് ആശ്രയം. എല്ലാ മേഖലയിലും നല്ലതും ചീത്തയുമുണ്ട്. ചിലരുടെ ദുഷ്ചെയ്തികൾ കൊണ്ട് ഒരു മേഖല തന്നെ അതിന്റെ ദൂഷ്യഫലം അനുഭവിക്കുന്നുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ആതുര സേവന മേഖലയുടെ പ്രാധാന്യം നിലനിർത്തുവാനും ജനങ്ങളിലെ വിശ്വാസ്യത നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുവാനും ഇത്തരം സൊസൈറ്റികൾ ആവശ്യമാണെന്ന് ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് ചലച്ചിത്ര താരം ഇന്ദ്രൻസ് അഭിപ്രായപ്പെട്ടു. കഴുത്തറുത്തുമൊക്കെ സമ്പാദിക്കുക, അത് സംരക്ഷിക്കാൻ നിവൃത്തിയില്ലാതെ വട്ടുപിടിച്ച് നെട്ടോട്ടോടുക, അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഇവനെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്ന് അറിയുന്ന ഡോക്ടർമാർ ഒത്തിരി ഉണ്ടെങ്കിൽ അതിലൊരു 10% പേരെങ്കിലും ഇതുപോലെ നിലനിൽക്കുന്നു എന്നുള്ളതിടത്താണ് വളരെ ആശ്വാസം. അവർക്കൊക്കെ തന്നെ ഇവരിലൂടെ കിട്ടുന്ന മതിപ്പ് അവർ കൂടെ പറ്റിക്കൊണ്ട് പോകുന്നു. ആയിക്കോട്ടെ, അവരും തിരിച്ചറിയട്ടെ, ഇതുപോലുള്ള ദൈവത്തിൻ്റെ സ്പർശമുള്ളവർ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവട്ടെ. ഇത് വളരെ ആത്മാർത്ഥതയോടെ അഭിമാനത്തോടെ ഞാൻ ഈ ചടങ്ങ് സന്തോഷപൂർവ്വം നിർവഹിച്ചിരിക്കുന്നു. ചടങ്ങിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ VC രവീന്ദ്രൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ആദ്യ ഫണ്ട് സ്വീകരിച്ചു. M നാരായണൻകുട്ടി, KK കൃഷ്ണൻ, KK ഫൽഗുനൻ, KP രവീന്ദ്രൻ, PV അബൂബക്കർ, VV പ്രശാന്ത് നായനാർ, PP ഭാസ്കര പൊതുവാൾ, KU വിജയകുമാർ, CK രാജേഷ്, C വിജയൻ, ഡോക്ടർ പ്രതാപ് പവിത്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എടാട്ട് നാഷണൽ ഹൈവേയിൽ നവപ്രഭ ബിൽഡിംഗിൽ ചുരുങ്ങിയ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം നടത്തുന്ന സൊസൈറ്റിക്ക് അതിന്റെ പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നതിനായി കൂടുതൽ സൗകര്യപ്രദവും സ്ഥിരവുമായ ഒരു കെട്ടിടം ആവശ്യമായി വന്ന സാഹചര്യത്തിലാണ് പയ്യന്നൂർ ദേശസേവാ സമിതി പ്രവർത്തകർ സൗജന്യമായി നൽകിയ മൂരിക്കോവിലിലെ സ്ഥലത്ത്
ആധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിക്കുന്നത്. അന്നൂർ കേളപ്പൻ സർവീസ് സെന്റർ പുതുതായി നിർമ്മിച്ച കേളപ്പജി സ്മാരക വില്ലേജ് ഹാളിന്റെ ഉദ്ഘാടനം കോഴിക്കോട് MP MK രാഘവൻ നിർവഹിച്ചു. രാഘവൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ രണ്ടാം പദ്ധതിയായി ഈ പ്രദേശം മാറിയതും കേരളത്തിൽ കൂടിയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ശക്തി പകരാൻ പിന്തുണക്കാൻ ശ്രീ KK പോലുള്ള സംഭാവന കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ അന്നൂരിൽ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. കേളപ്പൻ സർവീസ് സെന്റർ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ശാശ്വത സ്മാരകം കേളപ്പജി സ്മാരക വില്ലേജ് ഹാൾ നിർമ്മിച്ചത്. ചടങ്ങിൽ കേളപ്പൻ സർവീസ് സെന്റർ പ്രസിഡന്റ് K കുഞ്ഞമ്പു പൊതുവാൾ അധ്യക്ഷനായി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. KV നാരായണൻ മാസ്റ്റർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AKP നാരായണൻ മാസ്റ്റർ റിപ്പോർട്ട് ഏറ്റുവാങ്ങി. ചടങ്ങിന്റെ ഭാഗമായി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയ എഞ്ചിനീയറെ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ, കെട്ടിട നിർമ്മാണ ഗുണഭോക്തൃ സമിതി കൺവീനർ K രാമചന്ദ്രൻ, CV വിനോദ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സഹകരണ മേഖലയിലെ മികവുറ്റ പ്രവർത്തനത്തിന് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ അംഗീകാരം നേടിയ കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ആദ്യകാല അംഗങ്ങളെ ഉപഹാരം നൽകി ആദരിച്ചു. ആദരണ സമ്മേളനം കരിവള്ളൂരിൽ P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. സഹകരണ രംഗത്തെ മികവുറ്റ പ്രവർത്തനത്തിനുള്ള സംസ്ഥാന സഹകരണ വകുപ്പിന്റെ അംഗീകാരമാണ് കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിനെ തേടിയെത്തിയത്. ജില്ലയിലെ മികച്ച മൂന്നാമത്തെ സഹകരണ ബാങ്കായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനം കരിവള്ളൂരിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ സേവന മേഖലകളിലെല്ലാം ഒരു ധനകാര്യ സ്ഥാപനം എന്നതിനപ്പുറം സ്തുത്യർഹമായ സേവനങ്ങളാണ് നിർവഹിച്ചു പോരുന്നത്. കാർഷിക മേഖലയ്ക്ക് സവിശേഷമായ പരിഗണനയും പ്രോത്സാഹനവുമാണ് ബാങ്ക് നൽകിപ്പോരുന്നത്. K നാരായണൻ പ്രസിഡന്റും M ശശിമോഹനൻ സെക്രട്ടറിയുമായുള്ള ബാങ്കിന്റെ പ്രവർത്തനം എല്ലാ തലത്തിലും മികവുറ്റതാണ്. പുരസ്കാര ലബ്ധിയുടെ ആഹ്ലാദം പങ്കുവെച്ച് കരിവള്ളൂർ കേന്ദ്രീകരിച്ച് ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കരിവള്ളൂർ AV സ്മാരക സ്കൂൾ ഹാളിൽ അനുമോദനവും ആദരണ സമ്മേളനവും നടന്നു. P കരുണാകരൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു സേവനം എന്ന നിലയിൽ പ്രവർത്തിച്ച നേതാക്കളാണ് ഇപ്പോൾ ഇവിടെ ആദരിക്കപ്പെട്ടത്. നമ്മളവരെ ആദരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് കരിവള്ളൂർ സഹകരണ ബാങ്കിന്റെ ചടങ്ങിൽ ബാങ്കിന്റെ ആദ്യകാല അംഗങ്ങളെ MP ഉപഹാരം നൽകി ആദരിച്ചു. K നാരായണൻ, VV സരോജിനി, EP തമ്പാൻ മാസ്റ്റർ, അപ്യാൽ രാഘവൻ, P അപ്പുകുട്ടൻ, M ശശിമോഹനൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. DYFI കുഞ്ഞിമംഗലം സൗത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി തെക്കുംപാട് AKG സെന്ററിനു സമീപം സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ ഒരു ഓർമ്മപ്പെടുത്തൽ പരിപാടി ശ്രദ്ധേയമായി. ബ്രിട്ടീഷ് ഭരണവർഗം, ബൂർഷ്വാസിയുടെ നേതൃത്വം ഭരണവർഗം ഇന്ത്യൻ ബൂർഷ്വാസിയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അധികാരം കൈമാറി. ചടങ്ങിൽ KV വാസു അധ്യക്ഷനായിരുന്നു. വസന്തത്തിന്റെ കനൽ വഴികളിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹൃദേശ് മുഖ്യാതിഥിയായി. M കുഞ്ഞിരാമൻ, P കൃഷ്ണൻ നായർ, V ശങ്കരൻ, KP തമ്പാൻ, ഉണ്ണികൃഷ്ണൻ A എന്നിവർ സംസാരിച്ചു. തുടർന്ന് വസന്തത്തിന്റെ കനൽ വഴികൾ സിനിമാ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. മലപ്പുറത്തെ അധ്യാപകന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSTA വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂരിൽ നടന്ന ധർണ DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ആത്മഹത്യാ കുറ്റം, പ്രേരണ കുറ്റം ചുമത്തണമെന്നതൊരു നിയമത്തിന്റെ അനിവാര്യതയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്കൂൾ മാനേജർ രക്ഷപ്പെട്ടു പോകുന്നത്? ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ പകൽ പോലെ വ്യക്തമാകുന്ന കാര്യം തന്റെ രാഷ്ട്രീയ സ്വാധീനം. മലപ്പുറം മുന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അനീഷ് മാസ്റ്ററുടെ മരണത്തിന് ഉത്തരവാദിയായവരെ അറസ്റ്റ് ചെയ്യുക,
മുന്നിയൂർ സ്കൂൾ മാനേജറെ അയോഗ്യനാക്കുക, സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുക, അനീഷിന്റെ വിധവയ്ക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകുക, എയ്ഡഡ് സ്കൂൾ മാനേജറുടെ ശിക്ഷാധികാരം എടുത്തുകളയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ടൗൺ പരിസരത്ത് നടന്ന ധർണയിൽ KSTA ജില്ലാ പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷനായി. KSTA ജില്ലാ സെക്രട്ടറി A പവിത്രൻ സ്വാഗതം പറഞ്ഞു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മാസങ്ങളായി നിർമ്മാണ പ്രവൃത്തി നിലച്ച ചെറുപുഴ കൊല്ലാടപ്പാല സമീപന റോഡ് പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. പാലം പണി പൂർത്തീകരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞെങ്കിലും സമീപന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായി നിലച്ച സാഹചര്യത്തിൽ സമർപ്പിക്കപ്പെട്ട പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും റോഡിനെതിരെ ചില തൽപരകക്ഷികൾ നൽകിയ പരാതികളും റോഡ് നിർമ്മാണം പാതി വഴിയിലാകാൻ കാരണമായി. റോഡിന് ആവശ്യത്തിന് ഓട നിർമ്മിക്കാത്തതുകൊണ്ട് റോഡിലൂടെ വെള്ളമൊഴുകി പരിസരങ്ങളിലെ വീടുകളിലും കിണറുകളിലും ചെളിവെള്ളം നിറഞ്ഞ് ജീവിതവും ദുസ്സഹമായിരിക്കുകയാണ്. ഇതിനെതിരെ നാട്ടുകാർ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഉത്തരവ്. ഹർജി പരിഗണിച്ച് ഹൈക്കോടതി അപാകതകൾ പരിഹരിച്ച് റോഡ് പണി 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉത്തരവിട്ടത്. യരമം കുറ്റൂർ പഞ്ചായത്തിലെ പേരൂർ സൗത്ത് കുറുമുണ്ട അണക്കെട്ട് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിൽ. കോൺക്രീറ്റ് തൂണുകൾ ദ്രവിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന അണക്കെട്ട് പുതുക്കി പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യം നിരന്തരം നിരാകരിക്കപ്പെടുകയാണ്. എരമം കുറ്റൂർ പഞ്ചായത്ത് പേരൂർ സൗത്തിലെ കുറുമുണ്ട അണക്കെട്ട് ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് സമീപത്തെ 50 ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളിൽ 100 മേനി വിള സമൃദ്ധിയുണ്ടായിരുന്നു. ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നടപ്പാലവും വെള്ളം വാർന്നൊഴിയുന്നതിനെ ഫലപ്രദമായി തടഞ്ഞിരുന്ന നിരപ്പലക ഷട്ടറുകളും ഒക്കെ ചേർന്ന് കുറുമുണ്ട അണക്കെട്ട് നാട്ടുകാർക്കിടയിൽ സമൃദ്ധിയുടെ അടയാളം തന്നെയായിരുന്നു. 1970 നിർമ്മിച്ച ഈ അണക്കെട്ടിന് പേരൂരിന്റെ കാർഷിക ജലസമൃദ്ധിയിൽ നിർണായക സ്ഥാനമാണുണ്ടായിരുന്നത്. എന്നാൽ കാലം മാറിയതോടെ അണക്കെട്ടിന് പ്രായാധിക്യത്തിന്റെ പരിക്കുകളേറ്റു തുടങ്ങി. ബലിഷ്ഠമായിരുന്ന കോൺക്രീറ്റ് തൂണുകൾ അടിയിളകി ദുർബലങ്ങളായി. വെള്ളക്കുത്തിനെ തടഞ്ഞു നിർത്തി നാടിനെ ജലസിക്തമാക്കിയ മരത്തടി ചീർപ്പുകൾ പല്ലുകളിൽ ഉറക്കാതെ വെള്ളത്തോടൊപ്പം തെറിച്ചുപോയി തുടങ്ങി. കാലപ്പഴക്കം ദുർബലമാക്കിയ അണക്കെട്ട് നവീകരിക്കാനോ മതിയായ അറ്റകുറ്റപ്പണികൾ നടത്താനോ ബന്ധപ്പെട്ടവർ ജനം പലതവണ അപേക്ഷിച്ചിട്ടും തയ്യാറായില്ല. ഇതോടെ വേനൽക്കാലമായാൽ സമീപ പ്രദേശങ്ങളിൽ കനത്ത കുടിവെള്ളക്ഷാമം നേരിട്ടു തുടങ്ങി. 3 വിളക്കണ്ടങ്ങൾ ഒറ്റ വിളയിലൊതുങ്ങി. പാടശേഖര സമിതി പഴയ കാർഷിക സമൃദ്ധി ഓർത്തു നെടുവീർപ്പിടാൻ വിധിക്കപ്പെട്ടവരായി. സ്ഥലം MLA, പഞ്ചായത്ത് അധികൃതർ, മൈനർ ഇറിഗേഷൻ വകുപ്പ് ഇങ്ങനെ കണ്ടപേക്ഷിക്കേണ്ടവരെയൊക്കെ നേരിൽ കണ്ട് നിവേദനം നൽകി ഇവിടത്തുകാർ കാത്തിരിപ്പ് തുടങ്ങിയിട്ടും കാലമേറെയായി. അണക്കെട്ടിലെ അനക്കമില്ലാതെ കിടക്കുന്ന ഈ വെള്ളക്കെട്ട് പോലെ അധികൃതരുടെ മനസ്സും ഇവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിർവികാരത തുടരുകയാണ്. 55 ഏക്കറോളം വിസ്താരമുള്ള ഈ വയലിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഏക ആശ്രമമായ അണക്കെട്ട് ഇന്ന് പലയില്ലാതെയും അണക്കെട്ട് താഴെ പൊട്ടിയും അതിൻ്റെ കല്ലുകൾ ഇളകിയും ബീമുകളൊക്കെ പൊട്ടി ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഏവർക്കും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ MLA മുഖാന്തരം അതുമാതിരി ഗ്രാമപഞ്ചായത്ത് അധികൃതരൊക്കെ ബന്ധപ്പെട്ട് മേലെ മന്ത്രിക്ക് നമ്മൾ നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും ആ രീതിയിൽ ഈ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അഥവാ നെൽകൃഷി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നടപടി എന്ന രീതിയിൽ അതൊന്നൊരു തീരുമാനമാകാതെ ഈ അണക്കെട്ടിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടുന്ന സഹായമൊന്നും അധികാരികളിൽ നിന്ന് ഉണ്ടാവുന്നില്ല. കടുത്ത കുടിവെള്ളക്ഷാമം മറികടക്കാൻ വേനൽക്കാലമായാൽ പ്ലാസ്റ്റിക് ഷീറ്റ് അണക്കെട്ടിന് കുറുകെ വലിച്ചു കെട്ടി വെള്ളച്ചോർച്ച തടയാനുള്ള വിഫല ശ്രമമാണ് ഇപ്പോഴിവർ നടത്തുന്നത്. 5 പതിറ്റാണ്ടിന്റെ പഴക്കവും അതുയർത്തുന്ന അപകടാവസ്ഥയും തിരിച്ചറിഞ്ഞ് ഒപ്പം കുറുമുണ്ട പാടശേഖരത്തിന്റെ കാർഷിക പ്രതാപം വീണ്ടെടുക്കാൻ കൂടി സഹായകമാകും വിധം അണക്കെട്ട് പുതുക്കി പണിയണമെന്നാണ് പേരൂർ സൗത്ത് നിവാസികളുടെ ആവശ്യം. പറ്റുമെങ്കിൽ ഇരുകരയിലേക്കുമുള്ള ഗതാഗത സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നവീകരണമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. തോട്ടം തൊഴിലാളി കാസർഗോഡ് ജില്ലാ സമ്മേളനം ചിറ്റാരിക്കാൽ വള്ളോപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടറി CK രാജൻ ഉദ്ഘാടനം ചെയ്തു. എന്ന് വന്നപ്പോ ബാർ അസോസിയേഷന്റെ നേതാവ് ബിജു രമേശ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ മാണി സാറിന്റെ വീട്ടിൽ 1 കോടി രൂപ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് രാമനാഥ റായ് അധ്യക്ഷനായിരുന്നു. കുഞ്ഞിക്കണ്ണൻ, PR ചാക്കോ, ജോസ് പതാലിൽ, S ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം നടന്ന റാലി CATU സംസ്ഥാന സെക്രട്ടറി M ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. K രാജൻ, TK രാജൻ, യു തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി തമ്പാൻ നായരെയും സെക്രട്ടറിയെ PG മോഹനെയും യോഗം തെരഞ്ഞെടുത്തു. പഴയങ്ങാടിയിൽ ആയിരങ്ങൾക്കുള്ള കുടിവെള്ള പൈപ്പ് കടന്നു പോകുന്നത് മലിനജലം നിറഞ്ഞ ഓവുചാലിലൂടെ.
ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഇക്കാര്യം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. പഴയങ്ങാടിയിലെ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള കുടിവെള്ളമാണ് മലിനജലം നിറഞ്ഞ ഓടയിലൂടെ കടന്നുപോകുന്നത്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തെ ഓവുചാലിൽ മലിനജലം നിറഞ്ഞിരിക്കുകയാണ്. ദുർഗന്ധം കാരണം പ്രദേശത്ത് കൂടി ഇപ്പോൾ യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. ഹോട്ടലുകളിൽ നിന്നുമായി മലിനജലം ഒഴുക്കിവിടുന്നതാണ് ഓടയിൽ മാലിന്യം കുമിഞ്ഞുകൂടാൻ കാരണമാകുന്നത്. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇതുവഴി പൈപ്പിൽ കൂടി കുടിവെള്ളം കടന്നു പോകുന്നുണ്ട്. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓവുചാലുകളിലെ സ്ലാബ് നീക്കിയപ്പോഴാണ് പൈപ്പ് കടന്നു പോകുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പ്രദേശത്ത് മുഴുവൻ പകർച്ചവ്യാധി പടർന്നു പിടിക്കാൻ ഇത് കാരണമാകും. എന്നിട്ടും ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് ആരോഗ്യവകുപ്പ്. ഓവുചാലിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് കൊതുക് ശല്യവും വർദ്ധിക്കുന്നു. ഓവുചാലിൽ കൂടി കടന്നുപോകുന്ന പൈപ്പ് ഉടൻ മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 27 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി EP ബാലകൃഷ്ണന് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നടത്തി. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പുറമേക്ക് നോക്കുമ്പോൾ ഒരു പരിക്കൻ എന്നാണ് നമുക്ക് തോന്നുന്നത്. ആരാട്ടിന്റെ സംഭാഷണങ്ങളും ഒക്കെ കേട്ടാൽ ഒരു പരിക്കനാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ബാലേട്ടൻ മനസ്സ് നിറയെ സ്നേഹം സൂക്ഷിക്കുന്നവരാണ്. മാത്രമല്ല മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, അവരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ബാലേട്ടൻ നമുക്ക് പഠിക്കാൻ പറ്റും. ചന്തപുര AKG മന്ദിരത്തിൽ നടന്ന ചടങ്ങിന്റെ ഭാഗമായി എംപ്ലോയീസ് യൂണിയന്റെ കുടുംബസംഗമവും നടന്നു. ചടങ്ങിൽ PP ദാമോദരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി അജയകുമാർ EP ബാലകൃഷ്ണന് ഉപഹാരം നൽകി. K പത്മനാഭൻ, വിനോദ്, P ഗോവിന്ദൻ, മുകുന്ദൻ, പവിത്രൻ, PV മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. അപകടം മാടി വിളിച്ച് എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം റോഡ്. ചെങ്ങൽ റോഡിൽ അപകടം പതിയിരിക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നത്. ചെങ്കുത്തായി ഇറക്കവും ഒരു ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുമാണ് എരിപുരം ചെങ്ങൽ റോഡിനെ അപകടപാതയാക്കി മാറ്റുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്ര ചെയ്ത യുവതിയും കുഞ്ഞും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. റോഡിന്റെ ഒരു ഭാഗം 50 അടിയോളം താഴ്ചയുണ്ട്. ഈ ഭാഗം സംരക്ഷണ ഭിത്തി കെട്ടാത്തതിനാൽ ഓരോ വർഷവും റോഡ് ഇടിയുന്നതും പതിവാകുന്നു. റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇപ്പോൾ KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയങ്ങാടിയിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ചെറുവാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾ റോഡിലൂടെ കടന്നുപോകുമ്പോൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അപകടം കണ്ടു മടുത്ത നാട്ടുകാർ താൽക്കാലികമായി റോഡിന്റെ ഒരു ഭാഗത്ത് മുളകൊണ്ട് വേലി നിർമ്മിച്ച് മുഴുവൻ സമയ ഗതാഗത നിയന്ത്രണം നടത്തുകയും ചെയ്തു. റോഡിന്റെ ഒരു ഭാഗത്ത് സംരക്ഷണ വേലി കെട്ടിയാൽ ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് ഇതുവരെയായിട്ട് ഇനിയൊരു നല്ലൊരു കാര്യം ചെയ്തു തന്നിട്ടില്ല. ഇതിനെക്കാട്ടി മോശമായ സ്ഥലത്തേക്കൂടെ റോഡൊക്കെ ഉണ്ടാക്കി ഇതാക്കിയിട്ട് ഈ റോഡിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തന്നിട്ടില്ല നമ്മളെ പഞ്ചായത്ത്. അതിനു വേണ്ടി ഈ ഒരു സ്ത്രീയും ഒരു കുട്ടിയും കയറ്റിയിട്ട് വന്നിട്ട് അത് തെന്നി വീണു. ബസ് സ്റ്റാൻഡ് റോഡ് അടച്ചിട്ട് ബന്ധപ്പെട്ടാണ് വാഹനങ്ങൾ ഇതുവരെ കടന്നു പോകുന്നത്. ഒരുപാട് വാഹനങ്ങൾ പഴയങ്ങാടിയും അതുപോലെ തന്നെ ഏഴോമല എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ബസ് സ്റ്റാൻഡ് കവർ ചെയ്താൽ പോകാണ്ടിരിക്കാൻ വേണ്ടി ഷോർട്ടായിട്ടാണ് ഇതിലൂടെ വരുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തന്നെ ഈ വാഹനങ്ങൾ ഇതിലൂടെ പോകുമ്പോൾ തന്നെ ഈ റോഡിൻ്റെ ഒരു സുരക്ഷ അധികൃതർ കണ്ടിട്ടില്ല. സാധാരണ എത്രയോ വണ്ടികൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടുത്തെ പ്രവർത്തകർ കൂടിയാണ് സൈഡ് കെട്ടി പിന്നെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത്. നാട്ടുകാരുടെ ജീവന് വില കൽപ്പിക്കാത്ത അധികൃതരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകണമെന്നും എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം ചെങ്ങൽ റോഡ് സംരക്ഷിക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് വരുമെന്നും നാട്ടുകാർ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സോപാന സംഗീതത്തിന്റെ പ്രധാന വാദ്യമായ ഇടയ്ക്കയെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലും അവധിക്കാല ക്യാമ്പിലെത്തിയ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി. ഇടയിലക്കാട് ദ്വീപിലെ ത്രിദിന ക്യാമ്പ് കിലുക്കാംപെട്ടി ഞായറാഴ്ച സമാപിക്കും. ശനിയാഴ്ച നടന്ന കുട്ടുംപാട്ടും പരിപാടിയിൽ വാണിനഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കരിവള്ളൂർ KV ശശീന്ദ്രൻ മാസ്റ്റർ അവതരിപ്പിച്ച സോപാന സംഗീതവും ഇടയിലക്കാട് ദ്വീപിനെയും കിലുക്കാംപെട്ടി ക്യാമ്പിനെയും ക്ഷേത്രാന്തരീക്ഷത്തിലെത്തിച്ചു. സോപാന സംഗീതത്തിൽ പ്രധാന വാദ്യമായി ഉപയോഗിക്കുന്ന ഇടയ്ക്കയെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലും കുട്ടികളിൽ കൗതുകമുളവാക്കി. കൃഷ്ണപാദം സദാ ഭജനം ചെയ്വിൻ.
ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ സോപാന സമീപത്ത് നിന്ന് ആലപിക്കുന്ന ഗീതാഗോവിന്ദം, ജയദേവകൃതി തുടങ്ങിയ ദേവീദേവന്മാരെക്കുറിച്ച് പാടുന്ന കീർത്തനങ്ങളാണ് സോപാന സംഗീതമെന്നും പഞ്ചവാദ്യത്തിലെ പ്രധാന ഘടകമായ ഇടക്ക കഥകളിയിൽ സ്ത്രീവേഷത്തിന്റെ പിന്നണിവാദ്യമാണെന്നും മോഹിനിയാട്ടത്തിലും തിരുവാതിരപ്പാട്ടുകളിലും പ്രധാനമായും വായിക്കുന്നതായും സോപാന സംഗീതജ്ഞൻ ശശീന്ദ്രൻ മാസ്റ്റർ ക്യാമ്പിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കിലയുടെ ആഭിമുഖ്യത്തിൽ കല്യാശ്ശേരി മണ്ഡലം സേവാഗ്രാം ശില്പശാല സംഘടിപ്പിച്ചു. മാടായി പഞ്ചായത്ത് ഹാളിൽ കില ഡയറക്ടർ ഡോക്ടർ പി ബാലൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിന്റെ മാതൃക, അധികാര വികേന്ദ്രീകരണ രംഗത്ത് നാം സൃഷ്ടിച്ച മാതൃക പഠിക്കാനും മനസ്സിലാക്കാനും അവരുടേതായിട്ട് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാനും ഒന്നുകൊണ്ടിരിക്കുന്ന വിശേഷം കാണാൻ സാധിക്കും. സേവാഗ്രാം കേന്ദ്രങ്ങളെക്കുറിച്ച് അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ അധ്യക്ഷയായി. ബിനോയ് മാത്യു, പി കൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. പി ദാമോദരൻ, ടി ശിവദാസൻ എന്നിവർ സംസാരിച്ചു. കാനായി യമുനാ തീരം ക്യാമ്പസിൽ അവധിക്കാല കൂട്ടായ്മ സമ്മറിൻ കാനായിക്ക് തുടക്കമായി. 4 ദിനങ്ങളായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രമുഖ തെയ്യം കലാകാരൻ കെ കുമാരൻ നിർവഹിച്ചു. വടക്കൻ മലബാറിന്റെ സവിശേഷ സാംസ്കാരിക ജൈവ പശ്ചാത്തലം മുൻനിർത്തി നിർമ്മിച്ച കാനായിലെ യമുനാ തീരം ക്യാമ്പസിൽ മെയ് 2 മുതൽ 5 വരെ നീണ്ടു നിൽക്കുന്ന സമ്മറിൻ സഹവാസ ക്യാമ്പിന് തുടക്കമായി. പ്രശസ്ത തെയ്യം കലാകാരനും ചിമ്മാനം കളി കലാകാരനുമായ കെ കുമാരനാണ് ഉദ്ഘാടനം ചെയ്തത്. യമുനാ തീരത്തിലെ കുളത്തിൻകരയിൽ തുടിവാദ്യത്തോടെയാണ് ഉദ്ഘാടനം നടന്നത്. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 40ഓളം കുട്ടികളാണ് സഹവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വാനനിരീക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് എടുക്കും. കൂടാതെ നാടകം, വ്യക്തിത്വ വികാസം എന്നിവയിലും പരിശീലനം നടക്കും. വിദേശിയായ അഡ്രിയാൻ ഡൌഡ്, KKR വേങ്ങര, IV ദിനേശൻ എന്നിവർ നേതൃത്വം നൽകും. കേരളത്തിന്റെ തനത് ഫലവിഭവങ്ങളിൽ ഒന്നായ ചക്കയുടെ മേന്മയും പ്രാധാന്യവും ഇപ്പോഴും മലയാളികൾ വേണ്ടവിധം മനസ്സിലാക്കിയിട്ടില്ല. വീട്ടുമുറ്റങ്ങളിലും തൊടിയിലും ചക്കപ്പഴങ്ങൾ ആർക്കും വേണ്ടാതെ വീണടിയുമ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ ചക്കപ്പഴത്തിന് ആവശ്യക്കാർ വളരെയേറെയാണ്. വീണ്ടും ഒരു ചക്കക്കാലം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ പഴമായ ചക്ക അതിൻ്റെ മഹത്വമറിയാതെ നാം പാഴാക്കി കളയുകയാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ചക്കയും മാങ്ങയും 3 മാസം എന്നിങ്ങനെ പഴഞ്ചൊല്ലുകൾ തന്നെ ചക്കയുമായി കേരളത്തിൻ്റെ ബന്ധം വ്യക്തമാക്കുന്നു. ചക്ക പോലുള്ള വിഭവങ്ങൾ നമ്മുടെ ആഹാര സമ്പ്രദായത്തിൽ നിന്നും കടന്നുപോയതാണ്. ഒരു പരിധിവരെ ജീവിതശൈലി രോഗങ്ങളുടെ മൂലകാരണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ചക്കയുടെ ഉപയോഗം പ്രാദേശിക ആരോഗ്യ സമ്പ്രദായങ്ങളുടെ പുനരുജ്ജീവനം കൂടിയാകുമെന്നതിൽ തർക്കമില്ല. ചക്കക്കുരുവിൻ്റെ പൊടി ക്യാൻസറിന് വളരെ ഫലപ്രദമാണെന്ന് തെളിയിച്ചെടുത്തിട്ടുമുണ്ട്. ഇല ആടിനും ചക്ക ഭക്ഷണാവശ്യങ്ങൾക്കും മരം വീട്ടാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിലൂടെ പ്ലാവിൻ്റെ ഗുണം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 25,000 ഹെക്ടറിൽ ചൈന പ്ലാവ് കൃഷി തുടങ്ങിയിരിക്കുന്നെന്ന വാർത്ത തന്നെ നാം ഇതിലേക്ക് ഇനിയും ശ്രദ്ധ തിരിക്കണമെന്ന വസ്തുത ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഉത്തരേന്ത്യയിലേക്ക് കേരളത്തിൽ നിന്നും ചക്ക കയറ്റി അയക്കുന്നുമുണ്ട്. അവിടെ ഒരു ചുളയ്ക്ക് 5 രൂപയാണ് വില. ചക്ക മഹോത്സവവും മറ്റുമൊരുക്കി മലയാളികൾ ചക്കയുടെ മഹത്വം മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. ഇനി വേണ്ടത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്നും ഉണ്ടാക്കുവാനുള്ള പരിശീലനത്തിൻ്റെ പ്രചരണമാണ്. ചക്കപ്പഴം കഴിച്ചാൽ തുടർന്നു വരുന്ന മഴക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിരിക്കുമെന്ന് പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫലം കണി കണ്ടുകൊണ്ടാണ് മലയാളി വിഷുവെ എതിരേൽക്കുന്നത്. കണി കണ്ട ഉടനെ തന്നെ ചക്ക തൊഴുത്തിലെത്തിച്ച് കന്നുകാലികളെയും തീറ്റും. മനുഷ്യനും കന്നുകാലികളും ചക്കയിലൂടെ കൊണ്ടുവരുന്ന ഇതേ ബന്ധം തന്നെയാണ്, ഇതേ സാംസ്കാരിക തനിമ തന്നെയാണ് ചക്കക്കുപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പുലരിയിൽ പാടുന്ന പക്ഷികളുടെ പാട്ടുകൾ കുട്ടികൾ ഏറ്റുപാടുന്നതും. ഏതായാലും ചക്കയ്ക്ക് നല്ല കാലം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. DYFI വെള്ളൂർ സൗത്ത് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സൗജന്യ ശാസ്ത്രീയ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. സന്തോഷ് ട്രോഫി താരവും സർവീസസിന്റെ മുൻനിര താരവുമായ ജെയിൻ കെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കണ്ടോത്ത് കിസാൻ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8:30 വരെയാണ് ക്യാമ്പ്. കണ്ടോത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 40 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വിദഗ്ധരായ ഫുട്ബോൾ താരങ്ങളും പരിശീലകരുമാണ് ക്യാമ്പിൽ കുട്ടികൾക്ക് നേതൃത്വം നൽകുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പ് 1 മാസക്കാലം നീണ്ടു നിൽക്കും. ഉദ്ഘാടന ചടങ്ങിൽ P ഷിജിത്ത് അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. C കരുണാകരൻ, PP അനോജ് കുമാർ, ബാലകൃഷ്ണൻ കലവറ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. N ഗരീഷ് സ്വാഗതവും VT രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു.
കാസർഗോഡ് ജില്ലാ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് വലിയ പൂജയിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി CPM കൊടക്കാട് ലോക്കൽ സെക്രട്ടറി KV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാതല വേനൽത്തുമ്പി തേജസ്വിനി കലാജാഥയ്ക്ക് കൊടക്കാട് വലിയ പൊയിലിൽ സ്വീകരണം നൽകി. ഏപ്രിൽ 24-ന് കയ്യൂരിൽ നിന്നും ആരംഭിച്ച കലാജാഥ മെയ് 3-ന് പിരിക്കോട് സമാപിക്കും. നിരവധി പേരാണ് കലാപരിപാടികൾ കാണാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാടായി തെരു ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ സഹസ്ര കുംഭാഭിഷേകവും നാളികേരം മുടക്കലും ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 5:30-ന് കലശാട്ടോടെയാണ് പരിപാടി ആരംഭിക്കുന്നത്. സഹസ്ര കുംഭാഭിഷേകത്തിന്റെ ഭാഗമായി കലശാട്ട്, സഹസ്ര കലശ പൂജ, ഗണപതി ഹോമം, നിവേദ്യ പൂജ എന്നിവ നടക്കും. രാവിലെ 11 മണിക്ക് സഹസ്ര കുംഭാഭിഷേകം ആരംഭിക്കും. നിവേദ്യ പൂജയ്ക്ക് ശേഷം 2:30-ന് നാളികേരം മുടക്കൽ നടക്കും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ നാദാപുരം നാരായണൻ ഇളയ ചെട്ടിയാർ, P. ശങ്കരൻ ചെട്ടിയാർ, അഴീക്കോടൻ വിജയൻ, K. കൃഷ്ണൻ, സുകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിരമിച്ച കപ്പൽ ജീവനക്കാരുടെ സംഘടനയായ സീഫറേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കേരള സർക്കാരുകളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിരമിച്ച കപ്പൽ ജീവനക്കാരുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച റിട്ടയർഡ് സീഫറേഴ്സ് അസോസിയേഷൻ ആനുകൂല്യങ്ങളും അവകാശങ്ങളും പിടിച്ചെടുക്കുവാനായാണ് സമരത്തിനൊരുങ്ങുന്നത്. വാണിജ്യ കപ്പലുകളിലെ ജീവനക്കാരുടെ നിയമനവും പരിശീലനവും കപ്പൽ ഗതാഗത മന്ത്രാലയത്തിന്റെ പരിധിയിലാണ്. കപ്പൽ ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ മാരിടൈം ബോർഡാണ് വിവിധ കപ്പൽ കമ്പനികളിലെ ശമ്പളവും മറ്റ് വ്യവസ്ഥകളും നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ 35,000 രജിസ്റ്റേർഡ് സീമന്മാരിൽ 5,000 പേർ കേരളത്തിലുള്ളവരാണ്. വിരമിച്ചവർക്ക് പ്രതിമാസ എക്സ്ഗ്രേഷ്യ മോണിറ്ററി അസിസ്റ്റൻസായി അനുവദിച്ചു കൊടുത്തിരുന്നതും 200 രൂപ മാത്രമാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതും നിലച്ച മട്ടാണ്. വിരമിച്ച സീമന്മാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച് ദ്രോഹിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസാദ്, TT ഭാസ്കരൻ, അരുണൻ, PK രാമദാസ്, ഷാജഹാൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശസ്ത ചിത്രകാരൻ സന്തോഷ് ചുണ്ടയുടെ ചിത്രപ്രദർശനം മെയ് 5 മുതൽ 8 വരെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 5-ന് 3 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഗോവിന്ദൻ കണ്ണപുരം അധ്യക്ഷനാകും. തുടർന്ന് സംഗീതാത്മക ചിത്രരചന നടത്തും. ദീപക് മലർ അവതരിപ്പിക്കുന്ന ജുഗൽബന്ദി അരങ്ങേറും. 6-ന് വൈകുന്നേരം 4 മണിക്ക് മുഖാമുഖ ചിത്രരചന പ്രശസ്തരായ ചിത്രകാരന്മാർ പങ്കെടുക്കും. 7-ന് തെയ്യം കലയിൽ ചിത്രശില്പ സ്വാധീനം എന്ന വിഷയത്തിൽ ചർച്ചയും നടക്കും. സൈമൺ പയ്യന്നൂർ, നിഷാജി, സന്തോഷ് ചുണ്ട, കലേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇളമ്പച്ചി താഴെക്കാട്ട് മനയിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 3 മുതൽ 10 വരെ വിപുലമായ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. താഴെക്കാട്ട് മനയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആദ്യമായി ഭാഗവത സപ്താഹയജ്ഞം സംഘടിപ്പിക്കുന്നത്. പുല്ലൂർ മന രാമൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഭാഗവത സപ്താഹയജ്ഞം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി മെയ് 3-ന് വൈകുന്നേരം 4:30-ന് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മെയ് 4 മുതൽ 10 വരെ രാവിലെ 5:30 മുതൽ സപ്താഹയജ്ഞം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാസുദേവൻ തിരുമുമ്പ്, TV ബാലൻ മാസ്റ്റർ, RM ശങ്കരൻ നാരായണൻ, TM ഉണ്ണികൃഷ്ണൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം മെയ് 5 മുതൽ 16 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വിഗ്രഹപ്രതിഷ്ഠയില്ലാത്ത അപൂർവം തെയ്യക്ഷേത്രങ്ങളിലൊന്നാണ് ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം. വർഷാവർഷവും 11 ദിവസങ്ങളിലായാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നവീകരിച്ച ഊട്ടുപുരയുടെയും പുതുതായി നിർമ്മിച്ച വഴിപാട് കൗണ്ടറിന്റെയും ഉദ്ഘാടനം മെയ് 5-ന് ക്ഷേത്രം തന്ത്രി കോറോം കാരഭട്ടത്തിരിയില്ലം മാധവൻ നമ്പൂതിരി നിർവഹിക്കും. എല്ലാ ദിവസവും രാത്രി 7-ന് തെയ്യം തുടങ്ങൽ, രാത്രി 8-ന് വിഷ്ണുമൂർത്തി തോറ്റം, 9-ന് രക്തചാമുണ്ടി തോറ്റം, 10-ന് രക്തചാമുണ്ടി പുറപ്പാട്, രാത്രി 1 മണിക്ക് വിഷ്ണുമൂർത്തി പുറപ്പാട് എന്നിവയും നടക്കും. പ്രത്യേക ദിവസങ്ങളിൽ രാത്രി വിവിധ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. മെയ് 6-നും 16-നും പകൽ തെയ്യം ഉണ്ടായിരിക്കുന്നതാണെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അന്നേ ദിവസങ്ങളിൽ രാവിലെ 8-ന് രക്തചാമുണ്ടിയുടെ പുറപ്പാടും 12 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടക്കും. കളിയാട്ട ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 3 മണി വരെയും രാത്രി 8:30 മുതൽ 10:30 വരെയും അന്നദാനം ഉണ്ടായിരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ K. ബാലൻ, C. രാമൻ, K. ഭാസ്കരൻ, KK ഗണേഷ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പരാതി പരിഹാര ജനകീയ സഭ മെയ് 5-ന് രാവിലെ 10 മണി മുതൽ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കൊയ്യോങ്കര ശ്രീ കൂറുമ്പ ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുഖത്തെഴുത്തും വെട്ടിത്തിളങ്ങും നാടയാഭരണങ്ങളും ഓലത്തുമ്പിൽ ശില്പജാതുരി തുളുമ്പുന്ന തിരുമുടി കളിയാട്ട മഹോത്സവത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് നടക്കാവ് ശ്രീ ക്ഷേത്രപാലക ക്ഷേത്ര തിരുനടയിലും ആരംഭിച്ച ഘോഷയാത്രയും ആദ്യം. അറിയിപ്പുകൾ. പയ്യന്നൂർ നഗരസഭയിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെയും സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുടെയും ഭാഗമായി മുത്തത്തിയിൽ ആരംഭിക്കുന്ന അർബൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും പകൽ വീടിന്റെയും ഉദ്ഘാടനം മെയ് 3-ന് ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ നിർവഹിക്കും. അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നവീകരണ കലശ ദേവപ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് സ്മരണിക 2015ന്റെ പ്രകാശനം മെയ് 3-ന് ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ നടക്കും. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ 83-ാം നമ്പർ ബൂത്തിലെ വോട്ടർമാരുടെ വോട്ടർ പട്ടികയിലെ തെറ്റുതിരുത്തുന്നതിനും പുതിയ തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിനുള്ള അപേക്ഷ ഫോറം നൽകുന്നതിനും മെയ് 3, 4 തീയതികളിൽ രാവിലെ 10 മണി മുതൽ 3 മണി വരെ പയ്യന്നൂർ തപാൽ സ്കൂളിൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തുന്നു. ആധാർ കാർഡ്, കളർ ഫോട്ടോ എന്നിവ സഹിതം ഹാജരാകുക. വിശദവിവരങ്ങൾക്ക് 8086853100 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായി സൗജന്യ ഫുട്ബോൾ, വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് അന്നൂർ ചിന്മയ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് മെയ് 3-ാം തീയതി ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 9497726817 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ റവന്യൂ ജില്ലാ ദ്വിദിന ബാലശാസ്ത്ര കോൺഗ്രസിന് കരിവള്ളൂരിൽ തുടക്കമായി. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ചലച്ചിത്രതാരം ഇന്ദ്രൻസ് നിർവഹിച്ചു. ആരോഗ്യം വലിയ കച്ചവടമാകുന്ന കാലത്ത് സാന്ത്വന ചികിത്സാ പ്രവർത്തനം മഹത്തായ മാതൃകയാണെന്ന് ഇന്ദ്രൻസ്. അന്നൂർ കേളപ്പൻ സർവീസ് സെന്റർ പുതുതായി നിർമ്മിച്ച കേളപ്പജി സ്മാരക വില്ലേജ് ഹാളിന്റെ ഉദ്ഘാടനം കോഴിക്കോട് MP MK രാഘവൻ നിർവഹിച്ചു. പഴയങ്ങാടിയിൽ ആയിരങ്ങൾക്കുള്ള കുടിവെള്ള പൈപ്പ് കടന്നുപോകുന്നത് മലിനജലം നിറഞ്ഞ ഓവുചാലിലൂടെ. ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഇക്കാര്യം കണ്ടിട്ടും കണ്ടില്ലെന്ന മട്ടിൽ ആരോഗ്യവകുപ്പ് അധികൃതർ. തോട്ടം തൊഴിലാളി കാസർഗോഡ് ജില്ലാ സമ്മേളനം ചിറ്റാരിക്കാൽ വള്ളോപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടറി CK രാജൻ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂൽ പഞ്ചായത്തിലെ പേരൂർ സൗത്ത് കുറുമുണ്ട അണക്കെട്ട് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.